ഹായ് ഫ്രണ്ട്സ്, അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പം നമ്മൾ കുറേ ദിവസമായില്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പം അങ്ങനെ സ്കൂൾ തുറക്കലും അങ്ങനെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ടോ. അപ്പം അതുകൊണ്ടിട്ട് വീഡിയോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബീഫ് കറിയാണ് കേട്ടോ. നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബീഫ് കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം കേട്ടോ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി. അപ്പം ബീഫ് കറി ഉണ്ടാക്കണം എങ്ങനെ നമുക്ക് നോക്കാം. അപ്പം ഞാൻ എന്താ ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട്. 1 കിലോ ഉണ്ടാവും കേട്ടോ. 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ ബീഫ് കറി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബീഫ് എടുക്കുമ്പോൾ എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പൊ ഞാൻ നമ്മുടെ ബീഫൊക്കെ നന്നാക്കി ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബീഫ് കറി ഒന്ന് ഉണ്ടാക്കി തുടങ്ങാം. അപ്പം കുക്കറിലാണ് കേട്ടോ ബീഫ് കറി ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു 5 ലിറ്ററിന്റെ പ്രഷർ കുക്കർ ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് 2 കഷ്ണം പട്ട, 2-3 ഗ്രാമ്പു, 3 ഏലക്ക, പിന്നെ ഒരു ബേ ലീഫും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണ്ടേ. ഇതെല്ലാം കൂടി വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുക കേട്ടോ. സ്പൈസസ് എല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റ് ആയതിനു ശേഷം ഇതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസ് സവാള ഇതുപോലെ നീളത്തിൽ കനം കുറച്ചിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുക കേട്ടോ. സവാള നന്നായിട്ടൊന്ന് കളറൊക്കെ ചേഞ്ച് ആയി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി കിട്ടുന്ന വരെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കുക കേട്ടോ. അപ്പൊ ഇതാ നമ്മള് സവാള ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. അതിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി ഒന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മള് പേസ്റ്റ് അല്ല കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണത്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കണത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുക കേട്ടോ. ആ ഇഞ്ചിന്റെയും വെളുത്തുള്ളിന്റെ ഒക്കെ പച്ചമണം ഒന്ന് മാറി കിട്ടുന്ന വരെ നന്നാക്കി ഒന്ന് വഴറ്റിയിട്ട് എടുക്കണേ. അപ്പൊ ഇതാ ഇഞ്ചിന്റെ വെളുത്തുള്ളിന്റെ പച്ചമണൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. എരിവില്ലാത്ത മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും കൂടി മിക്സ് ആക്കിയിട്ടുള്ളതാണ്. പിന്നെ 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുക കേട്ടോ. ആ പൊടികളെ പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറി കിട്ടുന്ന വരെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ എന്താ അതുപോലെ നന്നാക്കി ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. നമ്മളെ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് വലുപ്പത്തിലുള്ള തക്കാളി മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കണ്ടേ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നാക്കി ഒന്ന് മിക്സ് ആയിട്ട് കൊടുക്കുക. ഈ തക്കാളിന്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി കിട്ടുന്ന വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കണ്ടേ. അപ്പൊ നമ്മളെ മസാല ഒക്കെ ഇവിടെ നന്നായിട്ടൊന്ന് റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ബീഫും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കുക കേട്ടോ. ആ ബീഫിലെ മസാല നന്നായിട്ടൊന്ന് പിടിക്കുന്ന രീതിയിൽ നന്നാക്കി ഒന്ന് മിക്സ് ആയിട്ട് കൊടുക്കണ്ടേ. അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കണ്ടേ. ഇനി ഞാൻ കുറച്ച് ചാറോട് കൂടിയിട്ടുള്ള ബീഫ് കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ 1/2 കപ്പ് വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ചാറോട് കൂടിയിട്ട് എല്ലാം ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യം. ഇത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കുക കേട്ടോ. 8 വിസിലൊക്കെ മതിയാവും കേട്ടോ അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഓരോരുത്തർ എടുക്കണ ബീഫിന്റെ മൂപ്പിനനുസരിച്ച് വേവ് കൂടാനും കുറയാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ 8 വിസിൽ അടിച്ചതിന് ശേഷം തീയൊന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മളെ കുക്കറിന്റെ പ്രഷറൊക്കെ നന്നായിട്ടൊന്ന് പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പൊ ഇതാ നമ്മളെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ ബീഫൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം ചാറോട് കൂടിയിട്ടുള്ള കറി തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. പിന്നെ കൂടുതൽ കറി ആയാലും ബീഫ് കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. കൂടുതൽ നീണ്ടു പോയാലും ടേസ്റ്റ്. ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കണ്ടേ. ഒരു പിടി മല്ലിയില ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ. നിങ്ങൾക്ക് മല്ലിയിലന്റെ അളവ് കൂട്ടിയ കുറച്ചൊക്കെ ഇടാട്ടോ വേണമെന്നുണ്ടെങ്കിൽ. ഇനി മല്ലിയില സ്കിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. മല്ലിയില ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബീഫ് കറിക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൂടും. അതുകൊണ്ട് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കണ്ടേ. നമ്മൾ അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചോറിന്റെ കൂടെ വേണമെങ്കിലും ചപ്പാത്തിന്റെ കൂടെ വേണമെങ്കിലും എന്തിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള കറിയാണ് കേട്ടത്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ വേണ്ടി. അപ്പൊ വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ഈ ബീഫ് കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്യാട്ടോ. പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും
ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തി ഓളൊന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.